ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയൊരു റിങ്ങുമായിട്ടാണ്, ഒരു മോതിരമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു വേണ്ടി പേൾ ബീഡ്, ഒരു ഗോൾഡൻ ബീഡ്, വലിയൊരു പേൾ ബീഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് സെൻറ്ററിൽ വെക്കാനും. അതുപോലെ തന്നെ ബാക്കി സൈഡിലൊക്കെ അതേ സെയിം നിറത്തിലുള്ള ചെറിയ പേൾ ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 3 ടൈപ്പ് ബീഡും പിന്നെ അതുപോലെ തന്നെ ഒരു വർക്കുള്ളൊരു കട്ടിങ് ഉള്ളൊരു ഗോൾഡൻ ബീഡും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ സൂചി എടുത്തിട്ടുണ്ട്. നൈലോണിൻ്റെ വയറാണ് എടുത്തിട്ടുള്ളത്. വലിയ ബീഡ് നമ്മൾ ആദ്യം കോർത്തു. പിന്നെ 5 ഗോൾഡൻ ബീഡാണ് കോർക്കുന്നത്. ഒരു സൈഡിൽ 5ഉം മറ്റേ സൈഡിലും 5ഉം എന്ന രീതിയിൽ. പിന്നെ 2 ഭാഗത്തും ഓരോ ബീഡും കൂടി വരുന്നുണ്ട്, കാണിക്കാൻ ഞാനത്. ആദ്യം 5 ഗോൾഡൻ ബീഡ് കോർത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ അങ്ങനെ കോർത്തെടുക്കുകയാണ് വേണ്ടത്. 5 ബീഡ് നമ്മൾ കോർത്തു. അതിനുശേഷം ഈ സൈഡിലൂടെ ഒന്ന് കോർത്തെടുത്ത് അവിടെ ഇങ്ങനെ ഒന്ന് കെട്ടാക്കി മാറ്റുകയാണ് വേണ്ടത്. വീണ്ടും നമ്മൾ 5 ബീഡും കൂടി കോർക്കുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ കോർത്തു, വീണ്ടും 5 ബീഡും കൂടി കോർക്കുക. എന്നിട്ട് മറ്റേ സൈഡിലൂടെ ഒന്ന് ഉള്ളിലൂടെ ഒന്ന് കോർത്തെടുക്കുക. ബീഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഒന്ന് തിരിച്ച് കോർത്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ആയിട്ടുണ്ടാവും. ഇങ്ങനെ കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പശ തേച്ചൊന്ന് സൈഡിൽ ഒട്ടിച്ചെടുക്കുക. എന്നാൽ അവിടെ കറക്റ്റ് ഫിറ്റായി നിന്നോളും. പിന്നെ നമുക്ക് ഇനി മോതിരത്തിൻ്റെ ബാക്കിയാണ് ചെയ്യാനുള്ളത്. നമ്മളൊരു ഡിസൈനുള്ള ഒരു ബീഡാണ് ഇട്ടത്. ആദ്യം കോർത്തതിന് ഗോൾഡൻ ബീഡിനേക്കാളും കുറച്ചുകൂടി വലിയൊരു ഗോൾഡൻ ബീഡാണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒരു പിങ്ക് ബീഡ്, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്, ഒരു പിങ്ക്, ഒരു ഗോൾഡൻ ബീഡ്, ഇങ്ങനെ മൊത്തം 5 ബീഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5 പിങ്ക് ബീഡ് ഉപയോഗിച്ചു. 4 ഗോൾഡൻ ബീഡും ഉണ്ടാവും ഇതിൽ. ഈ ഒരു അളവായ നമ്മൾ ഏകദേശം വിരലിലേക്ക് ഏകദേശം മാച്ചായി കഴിഞ്ഞു. ഇതിന്ന് കൊണ്ട് ജസ്റ്റ് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് എടുക്കുക. ഇത്ര പണിയുള്ളൂ. ജസ്റ്റ് ഓപ്പോസിറ്റിലൂടെ അങ്ങനെ ഒന്ന് കോർത്തെടുക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു മോതിരം തന്നെയാണിത്. അതവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും അപ്പുറത്തേക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കോർത്തിട്ട് മറുവശത്തേക്ക് നമ്മൾ തുമ്പ് എടുക്കുന്നുണ്ട്. അതെടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ച ബാലൻസ് നൂല് അവിടെ ഉണ്ട്. ആ നൂലിലേക്ക് എത്തിയാലാണ് ഇത് തമ്മിൽ കൂട്ടിക്കെട്ടാൻ പറ്റുള്ളൂ നമുക്ക്. ഇനി നമുക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കുക. 2 പ്രാവശ്യം ഒന്ന് നല്ലോണം ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി. നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കരിയിച്ച് കളയണം. കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് കരിയിച്ച് കളയും. നമ്മളെ മോതിരം റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബ്രേസ്ലെറ്റ് പലതും നിങ്ങൾക്ക് ചെയ്യാം, ഈ ഒരു പാറ്റേണിലാക്കിയിട്ട് തന്നെ. ഇത്രയുള്ള വീഡിയോ സൈഡിൽ വേണമെങ്കിൽ പശ തേച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഓക്കെ, ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.